മഴതോരും മുൻപിയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലിയുടെ അപ്പച്ചൻ ഔതക്കുട്ടിച്ചായന് അലീനയെ ഭയങ്കര ഇഷ്ടമാവുകയാണ് കേട്ടോ. അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടും അലീനയെ കാണാൻ വേണ്ടി വീണ്ടും സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഔതക്കുട്ടിക്ക് മനസ്സിലായി സ്റ്റാൻലി അലീനയുടെ അടുത്ത് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല, അലീനയ്ക്ക് അവിടെ ഭയങ്കര ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണെന്നൊക്കെ. അതുകൊണ്ടുകൂടിയാണ് ഔതക്കുട്ടി പെട്ടെന്ന് തിരിച്ചു വന്നത്. ഔതക്കുട്ടി തിരിച്ചു വന്നപ്പോഴേക്കും അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ വളരെയധികം സന്തോഷത്തോടെ കഴിയുകയാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ മറ്റൊരു ലോകത്താണ്. സ്റ്റാൻലി മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, പട്ടികളോട് മാത്രം സംസാരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുകയാണ്. അലീന ഔതക്കുട്ടിയോട് ചോദിച്ചു, അപ്പച്ച, എൻ്റെ പപ്പി എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നോ? വല്ലാത്തൊരു ഗൗരവമാണല്ലോ എപ്പോഴും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പപ്പയുടെ അടുത്തേക്ക് വന്നത്, എന്നിട്ട് പോലും എന്നോട് സ്നേഹത്തിൽ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ? പക്ഷേ മോളെ, സ്റ്റാൻലിക്ക് പുറമേ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ. അവൻ ആളൊരു പാവമാണ്. അവൻ്റെ ആകെയുള്ളൊരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവൻ ആരുടെടുത്തും തോറ്റു കൊടുക്കില്ല. അവനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അവൻ എന്ത് പറയുന്നതോ അതനുസരിക്കണം. അവനെ ചോദ്യം ചെയ്യുന്നവരോടൊക്കെ അവന് വെറുപ്പാണ്. പപ്പയെ ഞാൻ മാറ്റിയെടുക്കും വല്യപ്പച്ച. വല്യപ്പച്ച എൻ്റെ കൂടെ നിൽക്കില്ലേ? പപ്പ പുറമേ കാണിക്കുന്ന ഈ ഗൗരവം ഒരു മുഖംമൂടി മാത്രമാണ്. അത് ഞാൻ അയച്ചെടുക്കും. എൻ്റെ മോളെ, അതൊക്കെ വലിയ പാടാണ് കേട്ടോ. നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. അറിയാൻ വല്യപ്പച്ച, വലിയ പാടാണെന്ന്. പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എനിക്ക് ചെറിയൊരു പഴുത് കിട്ടിയാൽ മതി. പപ്പയെ ഞാൻ മാറ്റിയെടുത്തിരിക്കും. വല്യപ്പച്ചയോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. പപ്പയുടെ ഭാര്യയും മക്കളെന്താ പപ്പയുടെ കൂടെ താമസിക്കാത്തേ? അവരിതുവരെ പപ്പയെ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പപ്പയാണെങ്കിൽ അങ്ങോട്ട് വിളിച്ച് മക്കളോട് സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്താ വല്യപ്പച്ച അവർക്കിടയിലെ പ്രശ്നം? അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി മോളെ. അതിനി മാറാനൊന്നും പോകുന്നില്ല. സ്റ്റാൻലിക്കും സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയ്ക്കും ഒരിക്കലും ഒത്തുപോകാൻ കഴിയില്ല. സ്റ്റാൻലി ഒന്ന് പറയുമ്പോൾ എൽസമ്മ മറ്റൊന്ന് പറയും. അത് സ്റ്റാൻലി അംഗീകരിക്കില്ല. അങ്ങ് രണ്ടുപേരും തമ്മിൽ ഒരിക്കലും ഒരു സ്വരച്ചേർച്ച ഉണ്ടാകാറില്ല. സ്റ്റാൻലിയെയും എൽസമ്മയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചത് വലിയ തെറ്റായി പോയി എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരിക്കാം. അന്ന് മോളുടെ അമ്മയെയും സ്റ്റാൻലിയെയും തമ്മിൽ വേർപെടുത്തിയല്ലോ, അതിൻ്റെ ശിക്ഷയായിരിക്കാം ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. പപ്പയുടെ ഭാര്യ അങ്ങനെയൊക്കെയാണെങ്കിലും പപ്പയുടെ മക്കളെ വല്യപ്പച്ച, അവർക്ക് സ്നേഹമില്ലേ പപ്പയോട്? അവർ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നതോ പപ്പയെ ഫോൺ വിളിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. അവരും കണക്കാ മോളെ. അവർക്കും എൽസമ്മയുടെ സ്വഭാവം തന്നെയാണ്. എൽസമ്മയും എൽസമ്മയുടെ വീട്ടുകാരും പറയുന്നത് എന്താണോ അത് മാത്രമേ അവരും അനുസരിക്കുകയുള്ളൂ. ആദ്യം മുതലേ എൽസമ്മയുടെ വീട്ടുകാർക്ക് സ്റ്റാൻലിയെ വലിയ പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ മക്കൾ എപ്പോൾ ചെന്നാലും സ്റ്റാൻലിയുടെ കുറ്റം പറയാൻ മാത്രമേ അവർ മെനക്കെടാറുള്ളൂ. അത് ആ മക്കളുടെ മനസ്സിലും അങ്ങ് കയറി. ഇനി അവർക്കും അവരുടെ പപ്പിയെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. സ്റ്റാൻലി ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കില്ല. മക്കൾക്ക് വേണമെങ്കിൽ വന്ന് സ്നേഹിക്കട്ടെ എന്നൊരു മട്ടിലാണ് സ്റ്റാൻലിയും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒന്നിനും ഇടപെടാറില്ല. അങ്ങനെ ചെയ്യരുത് വല്യപ്പച്ച. ഒരു കുടുംബമല്ലേ തകർന്നുകൊണ്ടിരിക്കുന്നത്. വല്യപ്പച്ചൻ ഇടപെട്ട് അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ലേ? പണ്ടേ വിചാരിച്ചതും കഴിയുമായിരുന്നല്ലോ. മോള് വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അവർ കൂടി തീരുമാനിക്കണം. അവർക്ക് കൂടെ മനസ്സുണ്ടാവണം. ഇപ്പോൾ അവരെ സംബന്ധിച്ച് പപ്പയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും അവരെ ബാധിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ട പണവും കാര്യങ്ങളും എല്ലാം കൃത്യമായി സ്റ്റാൻലി എത്തിക്കുന്നുണ്ട്. രാജകീയമായ ജീവിതമുള്ളപ്പോൾ പപ്പയ്ക്കോ പപ്പയുടെ സ്നേഹത്തിനൊന്നും ഒരു വിലയുമില്ല. അത്രയും പറഞ്ഞ് ഔതക്കുട്ടി നിർത്തി. അപ്പോൾ അലീന പറഞ്ഞു, സത്യത്തിൽ ഇവർക്കൊന്നും കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെയോ ഒരു വിലയും അറിയില്ല. നല്ലൊരു പപ്പയുണ്ടാകുമ്പോൾ ആ പപ്പയുടെ വിലയറിയില്ല. നല്ല മക്കളുണ്ടാകുമ്പോൾ ആ മക്കളുടെ വിലയറിയില്ല. ഇതൊന്നുമില്ലാതെ 24 വർഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചത്. എനിക്കറിയാം കുടുംബത്തിൻ്റെ വില എന്താണെന്ന്, അച്ഛൻ്റെയും അമ്മയുടെയും വില എന്താണെന്ന്. ഇനി ഒരിക്കലും എൽസമ്മയും സ്റ്റാൻലിയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. മോള് വരുന്നതിന് മുൻപേ തന്നെ അവർ അകന്നു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ മോള് വന്നതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും അവർ തമ്മിൽ ഒരിക്കലും ചേരാൻ പോകുന്നില്ല. ഏതാനും 2 ആഴ്ചക്കുള്ളിൽ എൽസമ്മ ഇവിടെ എത്തും, അലീന ആരാണെന്ന് അറിയുവാൻ. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻലി ഉറപ്പായും പറയും അലീന ആരാണെന്നുള്ള സത്യം. അതുകൂടി അറിഞ്ഞാൽ പിന്നെ എൽസമ്മയുടെ വീട്ടുകാരോ മക്കളോ ആരും തന്നെ അടങ്ങിയിരിക്കില്ല. വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. എനിക്കറിയാൻ വല്യപ്പച്ച. ഓരോ നിമിഷവും അതും ഓർത്താണ് ഞാൻ കഴിയുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം അവർ വരും. ഞാൻ ആരാണെന്നുള്ള സത്യം അവർ തിരിച്ചറിയും. ആ നിമിഷം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ? ഞാൻ ജനിച്ചു പോയില്ലേ? എന്നെ കൊല്ലാൻ പറ്റുമോ? അഥവാ കൊന്നാൽ തന്നെ 24 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പപ്പയ്ക്കും എൻ്റെ അമ്മയ്ക്കും സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ കഴിയുമോ? എല്ലാവർക്കും ഒന്ന് ക്ഷമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ വല്യപ്പച്ച. പപ്പയുടെ ഭാര്യയ്ക്ക് എല്ലാം ക്ഷമിച്ച് എന്നെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. എൻ്റെ കൂടെപ്പിറപ്പുകൾക്ക് എന്നെ ചേച്ചിയെപ്പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ വല്യപ്പച്ച. അത് പറഞ്ഞപ്പോഴേക്കും അലീനയുടെ കണ്ണ് നിറഞ്ഞു കേട്ടോ.
മോളെ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും മോൾക്ക് വേണ്ട. ഇപ്പോൾ സ്റ്റാൻലി മോളെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഇതുവരെ സ്റ്റാൻലിയെ പോലും സ്റ്റാൻലിയുടെ ഭാര്യയ്ക്ക് സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ സ്റ്റാൻലിക്ക് മുൻപ് ജനിച്ച മകളെ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അതൊക്കെ മോൾ മനസ്സിൽ നിന്ന് വിട്ടേക്കും. പിന്നെ ഒരുപാട് പേടിച്ചുകൊണ്ടൊന്നും നടക്കണ്ട. സ്റ്റാൻലി എല്ലാം തീരുമാനിച്ചും എല്ലാം നേരിടാനുള്ള ധൈര്യമുള്ളത് കൊണ്ട് മാത്രമാണ് മോളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം സ്റ്റാൻലി നോക്കിക്കോളും. അതൊന്നും ഓർത്ത് മോള് പേടിക്കും. അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. സ്റ്റാൻലിക്ക് മോളോട് ഒരുപാട് സ്നേഹമുണ്ട്, അതിലേറെ കുറ്റബോധവുമുണ്ട്. പക്ഷെ അതൊന്നും അവൻ പുറത്ത് കാണിക്കില്ല. അങ്ങനെ കാണിച്ചാൽ പിന്നെ അവൻ ആകെ ചെറുതായി പോവും. അതുകൊണ്ട് അവനെല്ലാം മനസ്സിലടക്കി പിടിച്ച് നടക്കുന്നതാണ്. അതിൻ്റെ പേര് മോളോട് സ്നേഹമില്ല എന്നൊരു തോന്നലൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതെനിക്ക് മനസ്സിലായിരുന്നു വല്യപ്പച്ച. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ് പപ്പയെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന്. പപ്പയുടെ ഉള്ളിലുള്ള സ്നേഹം ഞാൻ പുറത്തെടുക്കും. വല്യപ്പച്ചൻ നോയിക്കോ. അതും പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ ചെന്ന് സെർവൻറ്റിനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് കരുതിയാണ് അലീന അടുക്കളയിലേക്ക് പോയത്. എന്നാൽ അവിടുത്തെ സെർവൻറ്റ് അലീനയെ ഒന്നും തന്നെ ചെയ്യാൻ സമ്മതിച്ചില്ല കേട്ടോ. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ ടേബിളിൽ കൊണ്ടുപോയിക്കും, അപ്പോൾ വന്നാൽ മതി, ഇവിടെ വന്നൊരു ഹെൽപ്പിങ് ചെയ്യേണ്ട, കേണൽ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി തെറിക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അലീന സഹായിക്കാൻ നോക്കി. പക്ഷേ അവർ സമ്മതിച്ചില്ല കേട്ടോ. അവസാനം അലീന അടുക്കളയിൽ മാറി നിന്നു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് കാണാൻ വേണ്ടി. അപ്പോഴാണ് അലീനയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപാട് പച്ചക്കറികൾ വേസ്റ്റിലിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേസ്റ്റാക്കി കളയാൻ മാത്രം കേടുപാടുകളൊന്നും ആ പച്ചക്കറികൾക്കില്ല. ഒരു ചെറിയ സൈഡിൽ നിന്നൊരു ഭാഗം ചെത്തിക്കളഞ്ഞാൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് മുഴുവനായും വേസ്റ്റിലിട്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് ചേട്ടാ ഈ പച്ചക്കറികളൊക്കെ എന്നെ കളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഇവിടെ ഫ്രഷ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, കേടായതൊന്നും ഉപയോഗിക്കാറില്ലെന്ന് സെർവൻറ്റ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം മേടിച്ചാൽ പോരെ ചേട്ടാ, ഇങ്ങനെ സാധനങ്ങൾ കളയുന്നത് ശരിയാണോ? എത്ര പൈസയുടെ പച്ചക്കറിയാണ് നിങ്ങളിപ്പോൾ കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അലീന വേസ്റ്റ് ഇട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പോഴാണ് മറ്റൊരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരുപാട് മീൻ കഷ്ണങ്ങൾ കിടക്കുന്നത് അലീന കണ്ടത്. ഇതെന്താ ചേട്ടാ ഇത്രയും നല്ല നല്ല കഷ്ണങ്ങൾ വേസ്റ്റിൽ കിടക്കുന്നത്? ഈ വാലിൻ്റെ ഭാഗത്ത് ഇനിയും ഒരുപാട് പീസ് ഉണ്ടല്ലോ, ഇതൊന്നും ഇത്രയും വലിയ മീൻ കഷ്ണങ്ങളൊക്കെ കളഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സെർവൻറ്റ് പറഞ്ഞു, ഇങ്ങനെയാണ് ഇവിടെ മീൻ വെട്ടാറ്, ഇതൊന്നും കുട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെയാണ് ഇവിടെ ജീവിച്ചതും കറി വെച്ചതും എല്ലാം, ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട കാര്യം കുട്ടിക്ക് എന്താ, കുട്ടിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയാൽ പോരെ എന്ന് പറഞ്ഞ് സെർവൻറ്റ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എൻ്റെ പപ്പയുടെ പണം അനാവശ്യമായി ഇവർ കളയുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് അലീന മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഈ മീനൊക്കെ എത്ര മാത്രമാണ് ചേട്ടാ നിങ്ങൾ കളയുന്നത്? ഡെയിലി നിങ്ങൾ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുന്നില്ലേ? ഇതെല്ലാം വലിയ പൈസ കൊടുത്ത് വാങ്ങുന്ന മീനുകളല്ലേ? ചെയ്യുന്ന ജോലിയിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത വേണ്ട ചേട്ടാ. കൃത്യമായി ശമ്പളം കിട്ടുന്നില്ലേ? വേണ്ടതൊക്കെ കേണൽ ചെയ്തു തരുന്നില്ലേ? പിന്നെയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് ചതിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സെർവന് ആകെ ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഞാൻ കുട്ടിയോട് പറഞ്ഞു അടുക്കളയിൽ നിന്ന് പോകാൻ വേണ്ടി, ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട. ഇതുവരെ കേണലിന് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. എൻ്റെ ഫുഡ് ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ കയറി വന്ന കുട്ടിക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, എങ്കിൽ ശരി ഞാൻ കേണലിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അലീനയും ദേഷ്യം പിടിച്ച് പോവുകയാണ് കേട്ടോ. അലീന ചെന്ന് അവതക്കുട്ടിയോട് പറഞ്ഞു, വല്യപ്പച്ച അടുക്കളയിൽ ഭയങ്കര അഴിമതിയാണ് നടക്കുന്നത്, അവർക്ക് ഒരു ആത്മാർത്ഥതയുമില്ല പണിയെടുക്കുന്നതിൽ, പപ്പയെ ചതിക്കുകയാണ് അവർ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അവർ ഇവിടെ ഒരുപാട് വർഷമായി വർക്ക് ചെയ്യുന്നു, ഇതേവരെ സ്റ്റാൻലിക്ക് ഒരു പരാതിയും പറയാനില്ലായിരുന്നു. ഇപ്പം എന്താ പുതിയ പ്രശ്നം? അതല്ല വല്യപ്പച്ച, വാങ്ങുന്ന സാധനങ്ങളൊക്കെ വേണ്ടാതെ നശിപ്പിക്കുന്നു, മീനൊക്കെ നശിപ്പിക്കുന്നു, അവർ ഓരോ ദിവസവും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, പപ്പയ്ക്ക് ഒരു കണക്കുമില്ല. ഇങ്ങനെ പോലെ എവിടെ ശരിയാകും വല്യപ്പച്ച? മോളെ അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട, സ്റ്റാൻലിക്ക് അങ്ങനത്തെ ഒരു കണക്കുമില്ല, അവൻ ഇഷ്ടംപോലെ പണമുണ്ട്, അതുകൊണ്ട് അവൻ ആ ഭാഗത്ത് ശ്രദ്ധിക്കാറില്ല. മോളും അത് ശ്രദ്ധിക്കാൻ പോകണ്ട, അതൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടില്ല. ഇല്ല വല്യപ്പച്ച, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒരുപാട് പണമുണ്ടെന്ന് കരുതി വെറുതെ കളയണോ? എത്രയോ കുഞ്ഞുങ്ങൾ അനാഥാലയത്തിൽ ജീവിക്കുന്നു, അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ ഒരുപാട് കൊതിക്കുന്നുണ്ട്. ഈ ഞാൻ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണോ ഇങ്ങനെയൊക്കെ കളയുന്നത്? ഇതൊക്കെ തെറ്റല്ലേ? എൻ്റെ കൺമുമ്പിൽ ഇതൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോഴേക്കും സ്റ്റാൻലിയുടെ സെർവൻറ്റ് ചെന്ന് സ്റ്റാൻലിയോട് പറഞ്ഞു കേട്ടോ, ആ പെൺകുട്ടി വന്ന് എന്നെ വല്ലാതെ ഭരിക്കാൻ വരുന്നു, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതേവരെ ഞാൻ എന്തെങ്കിലും കുഴപ്പം ഈ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നലെ വന്ന ആ പെൺകുട്ടി എന്ത് അധികാരത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ആര്? അലീനയോ? അതെ അലീന തന്നെ, വിളിച്ച് ചോദിച്ചു നോക്കിയെന്ന് പറയാൻ കേട്ടോ. സ്റ്റാൻലി അലീനയെ വിളിപ്പിച്ചു. എന്താ അലീന പ്രശ്നം? നീ എന്തിനാണ് അടുക്കളയിൽ പോയത്? ഭക്ഷണത്തിന് സമയമാകുമ്പം ടേബിളിനടുത്ത് വന്ന് ഇരുന്നാൽ പോരെ? അടുക്കളയിൽ പോയി ഇടപെടേണ്ട ഒരു കാര്യമൊന്നും എനിക്കില്ല, എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടല്ലേ, എനിക്ക് കുറച്ച് സമാധാനം വേണം. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, പപ്പ, ഞാൻ പപ്പയുടെ ആരാണ്? ഈ ചേട്ടൻ്റെ മുമ്പിൽ വെച്ച് പപ്പ പറയണം ഞാൻ ആരാണ് പപ്പയുടേതെന്ന്. അത് കേട്ടപ്പോൾ സ്റ്റാൻലി തരിച്ച് നിന്ന് കേട്ടോ. ഔതക്കുട്ടിക്കും ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, എൻ്റെ മകളാണ്,
ആണല്ലോ, എങ്കിൽ പപ്പ പറയുന്നത് പോലെ തന്നെ എനിക്കും ഈ വീട്ടിൽ പറയാനുള്ള അധികാരമില്ലേ? ഈ ചേട്ടൻ പപ്പയെ അനുസരിക്കുന്നത് പോലെ എന്നെയും അനുസരിക്കണ്ടേ? ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്നത് കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്തു. അത് അത്ര വലിയ കുറ്റമാണോ? പറയൂ വല്യപ്പച്ച എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, തെറ്റാണോ അല്ലയോ അതൊന്നും എനിക്കറിയണ്ട അലീന. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകരുത്. എനിക്ക് സമാധാനം വേണം. ഒരുപാട് വർഷങ്ങളായി വർക്ക് ചെയ്യുന്നവരാണ് ഇവർ. ഇവരെ നീ ചോദ്യം ചെയ്യാൻ പോകണ്ട. അതുകൊണ്ട് ഇതോടുകൂടി നിർത്തിക്കോണം. ഇനി നാളെ ഈ ഒരു സംസാരവുമായി എൻ്റെ അടുത്ത് ആരും തന്നെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അലീനയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. അന്ന് രാത്രി അലീന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിനടുത്ത് വന്നില്ല കേട്ടോ. സ്റ്റാൻലി ഔദക്കുട്ടിയോട് ചോദിച്ചു, അലീന എവിടെ? അപ്പോൾ ഔദക്കുട്ടി പറഞ്ഞു, അവൾക്ക് വേണ്ട, അവൾ പിണങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. സ്റ്റാൻലി അലീനയുടെ റൂമിലേക്ക് ചെന്നു. എന്തുകൊണ്ട് നീ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? എനിക്ക് വേണ്ട, എൻ്റെ വാക്കിന് ഒരു വിലയുമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല. ഞാനിനി നിരാഹാരം കിടക്കാൻ പോവുക. എനിക്ക് തോന്നുമ്പോൾ കഴിച്ചോളാം. ഞാനിനി എപ്പോഴെങ്കിലൊക്കെ ഫുഡ് കഴിക്കുള്ളൂ. പപ്പ എൻ്റെ വാക്കിന് ഒരു വിലയും തരുന്നില്ലല്ലോ. ഇത് കേട്ടപ്പോൾ സ്റ്റാൻലിക്കും ദേഷ്യം വന്നു കേട്ടോ. എങ്കിൽ പിന്നെ ശരി, നിരാഹാരം തന്നെ കിടന്നോ. ഞാനൊന്നും പറയാൻ വരുന്നില്ല. എത്ര ദിവസം നിരാഹാരം കിടക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, സ്റ്റാൻലിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് മോള് വിചാരിക്കണ്ട. ഞാൻ എന്താ നിൻ്റെ മുമ്പിൽ തോൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി തിരിച്ചു പോയി കേട്ടോ. സ്റ്റാൻലി തിരിച്ചു പോയപ്പോൾ അലീന മനസ്സിൽ വിചാരിച്ചു, നമുക്ക് കാണാം പപ്പ ആരാ ജയിക്കുന്നതെന്ന്. പപ്പയുടെയും മോളുണ്ടല്ലോ, ഒരുപാട് പ്രാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് പട്ടിണി കിടക്കുന്നതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. അലീന അപ്പോൾ തന്നെ കിടന്നുറങ്ങി. ഔദക്കുട്ടിക്ക് വല്ലാത്ത സങ്കടമായി കേട്ടോ അലീന ഭക്ഷണം കഴിക്കാത്തതിൽ. സ്റ്റാൻലിയോട് മത്സരിക്കാൻ നിന്നാൽ അലീനയ്ക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് ഔദക്കുട്ടിക്ക് അറിയാമായിരുന്നു. ഇനി എന്ത് ചെയ്യും? എത്ര ദിവസം നീണ്ടുപോകും അലീനയുടെ നിരാഹാരം? എന്ത് ചെയ്യണമെന്നറിയാതെ ഔദക്കുട്ടി ആലോചിച്ചിരുന്നു.